സംഭവം നമ്മൾ വായിക്കുന്നുണ്ട്. 3 യുവാക്കള് അഗ്നിയുടെ മധ്യേ നിന്ന് ദൈവത്തെ സ്തുതിക്കുകയാണ്. അതിനിടയായ സംഭവം നമുക്കറിയാം. നെബൂഖദ്നേസർ രാജാവ് ഒരു പ്രതിഷ്ഠ നിർമ്മിക്കുന്നു. എന്നിട്ട് രാജാവ് പറയുകയാണ്, ആ പ്രതിഷ്ഠ എല്ലാവരും ആരാധിക്കണമെന്ന്. പക്ഷെ ഇസ്രായേലിന്റെ ദൈവത്തെ മാത്രമേ, ജീവിക്കുന്ന ദൈവത്തെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുള്ളൂ എന്ന് 3 യുവാക്കൾ പറയുകയാണ്. അവരെ എരിയുന്ന അഗ്നിയിലേക്ക്, തീയിലേക്ക് അവരെ എടുത്തെറിയുകയാണ്. സ്നേഹിതരവരെ, വചനം പറയുകയാണ്, ആ തീയിൽ നിന്നുകൊണ്ട്, ആ എരിയുന്ന അഗ്നിയിൽ നിന്നുകൊണ്ട് ആ 3 യുവാക്കള് ദൈവത്തെ സ്തുതിച്ചു പ്രാർത്ഥിക്കുകയാണ്. ഈ അത്താഴയുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോ ഈ എരിയുന്ന അനുഭവങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടാവും. ഒത്തിരിയേറെ വേദനയിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടാവും. പക്ഷെ ഈശോയെ ഒന്ന് സ്തുതിക്കാൻ തയ്യാറായെങ്കിൽ, ഈ 3 യുവാക്കളെ പോലെ ദൈവത്തിന്റെ നാമത്തെ ഒന്ന് വിളിച്ചപേക്ഷിക്കാൻ തയ്യാറായെങ്കിൽ ദൈവത്തിന്റെ മഹത്വം നിങ്ങൾ കാണും. 3-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: ചൂളയുടെ മധ്യഭാഗം ജനഗണങ്ങൾ കൊണ്ട് നിറഞ്ഞ കാറ്റു വീശുന്ന സ്ഥലം പോലെയായി, അതുകൊണ്ട് അഗ്നി അവരെ സ്പർശിച്ചില്ല. സ്നേഹിതന്റെ വലിയൊരു അത്ഭുതം ആ ചുറ്റും നിന്ന മനുഷ്യർ കാണുക. എരിയുന്ന അഗ്നിയാണ്, ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. പക്ഷെ ദൈവത്തിന്റെ നാമത്തെ ഒന്ന് വിളിച്ചപേക്ഷിക്കാൻ തയ്യാറായപ്പോ ദൈവം ഒരു സംരക്ഷണ വലയം ഒരുക്കുകയാണ്. നീ കടന്നു പോകുന്നത് രോഗത്തിന്റെ അവസ്ഥയിലൂടെ ആവാം, നീ കടന്നു പോകുന്നത് സഹനത്തിന്റെ അനുഭവങ്ങളിലൂടെ ആവാം. പക്ഷെ ഈശോയെ ഏറ്റുപറയാൻ തയ്യാറായെങ്കിൽ, ഈ തിരുവോസ്തിയിൽ ഇരിക്കുന്ന ഈശോയെ വിശ്വസിക്കാൻ തയ്യാറായെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി ഒരു സംരക്ഷണം ഒരുക്കുമെന്ന് ദാനിയേൽ പ്രവാചകനിലൂടെ ദൈവം തമ്പുരാൻ നമ്മളോട് പറയുകയാണ്. ആ 3 യുവാക്കള് ദൈവത്തെ വിളിച്ചപേക്ഷിക്കാൻ തയ്യാറായപ്പോ ജനഗണങ്ങൾ കൊണ്ട് ദൈവം ഒരു അത്ഭുതം അഗ്നിയുടെ മധ്യയെ സൃഷ്ടിക്കുകയാണ്. തുടർന്ന് വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, 4-മതൊരു മനുഷ്യരെ അവിടെ കാണുക. ദൈവദൂതൻ തന്നെ വന്ന് ദൈവം ദൈവദൂതനെ അയച്ച് ആ 3 യുവാക്കളെ സംരക്ഷിക്കുകയാണ്. സ്നേഹിതരെ, ഈ എരിയുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ട്. ഈ സഹനത്തിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇതേ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന അനേക മക്കള് ഈശോയെ എന്ന് വിളിച്ച് ഈ അൽത്താരയുടെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. വചനം പറയുകയാണ്, നീ കർത്താവിനെ സ്തുതിക്കാൻ തയ്യാറായെങ്കിൽ, ദൈവത്തിന്റെ നാമം വിളിച്ചപേക്ഷിക്കാൻ തയ്യാറായെങ്കിൽ ദൈവത്തിന്റെ ഒരു സംരക്ഷണം നിന്നെ വന്ന് പൊതിയുമെന്ന് വചനം പറയുകയാണ്. നമ്മുടെ എല്ലാ സകലങ്ങളെയും ഈശോയിലേക്ക് കൊടുക്കാം. ഈശോയെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് സ്തുതിക്കാം. എരിയുന്ന അഗ്നിയിലൂടെ കടന്നു പോകുന്ന